ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും. കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 കിലോ കേക്കിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 5 ഗ്രാം വരും. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു 3 വട്ടമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഈ മൈദ നമ്മൾ എടുക്കുമ്പോൾ 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും കേക്ക്. ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അടുത്തായിട്ട് ഞാൻ 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ എസൻസുകൾ ചേർത്ത് കൊടുക്കാം. മിൽക്ക് എസൻസ്, ബട്ടർ എസൻസ്, വാനില എസൻസ് ഇതൊക്കെ ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, 120 ഗ്രാം പഞ്ചസാരയുടെ ഒരു 1/4 ഭാഗത്തോളം പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 30 ml പാല്, അതിൻ്റെ പകുതി സൺഫ്ലവർ ഓയിലും കൂടി ചേർന്നൊരു മിക്സാണിത്. അത് ചേർത്ത് കൊടുക്കാം. 30 ml പാലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി സൺഫ്ലവർ ഓയിൽ എടുക്കുക. അപ്പോൾ കറക്റ്റ് നല്ലൊരു സോഫ്റ്റായി സ്പോഞ്ച് ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ കേക്ക് കിട്ടും. ഒരുപാട് ഓയിലി ആയിക്കഴിഞ്ഞാൽ കേക്ക് ഒട്ടി പിടിക്കും. അപ്പോൾ ഈ രീതിയിൽ എടുത്താൽ മതി. സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ എടുത്താൽ മതി. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡ് കൂട്ടിയിടാതിരുന്നാൽ മതി. ഫസ്റ്റിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള പതപ്പിച്ചത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പതപ്പിച്ച പതയൊക്കെ അടങ്ങി പോകുമ്പോൾ കേക്ക് ഭയങ്കര കട്ടിയായിട്ട് പോവും. എഗ് വൈറ്റ് പതപ്പിച്ചതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ആ പൊട്ടുന്നതിന് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് നമുക്കൊരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 30 മിനിറ്റിനുള്ളിൽ ഇത് ബേക്കായിട്ട് കിട്ടും. ഇതുപോലെ എയർ ബബിൾസൊക്കെ പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ ഇതിന് ഞാൻ 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 2 ലെയറിൽ കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ലെയറിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കബോർഡിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം തേച്ച ശേഷം ഇതൊന്ന് കേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അനക്കുമ്പോഴൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വിവോൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഓവറായിട്ട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് കുറച്ച് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുള്ള ചെറീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം.
എന്നിട്ട് അടുത്ത ലെയറും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. കാരണം ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് എക്സ്ട്രാ വരുന്ന ക്രീമൊക്കെ ഒന്ന് വടിച്ചെടുക്കണം. നമുക്ക് സൈഡൊക്കെ ഒന്നൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഫ്രീസറിലോട്ടാണ് വെക്കുന്നത്, പെട്ടെന്ന് സെറ്റാക്കി കിട്ടാനായിട്ട്. ഇനി നമുക്കിപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് കേക്കിൻ്റെ കറക്റ്റ് ഹൈറ്റും അതുപോലെ തന്നെ വീതിയും അളന്നെടുത്തിട്ട് കറക്റ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഈ രീതിയിൽ ബട്ടർ പേപ്പറിന് പുറത്തോട്ട് ആവരുത്, ആ രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് തിക്നെസ്സിൽ ഒഴിച്ച് കൊടുക്കണതാണ് നല്ലത്, അപ്പോൾ പൊട്ടി പോവില്ല പെട്ടെന്ന്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് സെമി സെറ്റ് ആവാനായിട്ട് വെക്കാം. ഒരു 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഒന്ന് സെമി സെറ്റ് ആവും. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ മീതേക്ക് ചുറ്റി കൊടുക്കണം. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് സെറ്റ് ആവരുത്, ചോക്ലേറ്റ് ഫുള്ളായിട്ട് സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി പോവും. അപ്പോൾ ഒന്ന് പകുതിയോളം സെറ്റായി കിട്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. വളരെ ഈസിയാണ് ഇതിൻ്റെ ഡെക്കറേഷൻ. നല്ല തിക്നെസ്സിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവില്ല ഒട്ടും. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഊരിയെടുക്കാം ഇതിൻ്റെ. അപ്പോൾ ബട്ടർ പേപ്പർ ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് സ്പീഡിൽ ചെയ്യരുത്, പതുക്കെ പതുക്കെ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെയുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുകളിലേക്ക് കുറച്ച് റോസസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചെറീസ് വേണം ഡെക്കറേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും വേണം ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.